ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഖുർആൻ ആൻഡ് സുന്ന ഫാമിലി, എന്താണ് വിശേഷം? കുറേ സമയമായി ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ വീഡിയോ മെസ്സേജ് ഇട്ടിട്ട്. ഇന്ന് ജോലിയാണ്. അപ്പോൾ ജോലിൻ്റെ ഇടയിൽ, പേഷ്യൻസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇടുന്നതാണ്. അതൊരു ഇൻറ്റ്യൂഷൻ അങ്ങോട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ട് തരുന്നതാണ് നിങ്ങളോട് എല്ലാവരോടും ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഈ ഗ്രൂപ്പിൽ എപ്പോഴും ദുആനെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അതൊരു കണക്ഷനാണ്. അത് നമ്മളും അള്ളാഹു സുബ്ഹാനഹു വ തആലയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ആ ദുആ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഠിച്ച ദുആ തന്നെ ആയിരിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇത് നമ്മൾ അറിയുന്ന ദുആ ആണല്ലോ എന്ന്. അറിയുന്ന ദുആ ആണെങ്കിലും പഠിക്കാനും അത് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദുആ ഞാൻ ഇട്ടിട്ടുള്ളത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന എന്ന് പറഞ്ഞിട്ട്. അതായത് 4 പ്രഷ്യസ്, പ്രൈസ്ലെസ്, വില മതിക്കാനാവാത്ത 4 സംഭവങ്ങളാണത്. അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത്, ഗൈഡൻസും, തഖ്വയും, വൽ അഫാഫ വൽ ഗിന, ഈ ചാസ്റ്റിറ്റി ആൻഡ് കണ്ടെൻറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈ നമ്മളെ മൊറാലിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിക് ഫൗണ്ടേഷനിൽ നിലനിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു മൊറാലിറ്റി ഉണ്ട്. അത് ഇസ്ലാമിലൂടെയാണ് അത് നമുക്ക് കിട്ടുന്നത്, ആ ഒരു ഇസ്സത്ത്. കാരണം അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കോൺഷ്യസ് ആണ്. നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട്, സൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണാതെ ഒരു ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഖുർആൻ സൂറത്ത് യൂനുസിൽ തന്നെ വന്ന അള്ളാഹുവിൻ്റെ മെസ്സഞ്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കാൻ എന്നുള്ളത്. സൂറത്ത് യൂനുസിൻ്റെ ആയത്തുകൾ ഞാൻ എല്ലാ ദിവസവും ഒരു ആയത്തിട്ടുകൊണ്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു ബോധത്തിൽ നിന്ന് വരുന്ന ഒരു മോറൽ ഇതുണ്ട്, ഒരു ചട്ടക്കൂട്. അത് തഖ്വയിലൂടെയാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കണ്ടെൻറ്റ്മെൻറ്റ്, റീന എന്ന് പറഞ്ഞാൽ ആ ഒരു അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വരുന്നത്. കാരണം എത്രയോ ആൾക്കാർ എത്ര ദുനിയാവിൻ്റെ പുറകെ ചെയ്തിട്ട് ഒരുപാട് സമ്പാദിച്ച് കൂട്ടിയിട്ടും അവർ തൃപ്തരല്ല, അവർക്ക് മതിയാവുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കട്ടെ. അള്ളാഹു തന്നതിൽ പൊരുത്തപ്പെടാനും അള്ളാഹുവിൻ്റെ റിസ്ക് സ്ട്രൈവ് ചെയ്ത് നേടാനും ആ ഒരു സ്ട്രൈവിങ്. അപ്പോൾ ഇതൊരു ഡെലിക്കേറ്റ് ബാലൻസാണ്. നമ്മൾ എന്താ പറയുക, ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെ പ്രൊഡക്റ്റീവ് ആവുന്നതിൽ നിന്നോ പ്രൊആക്റ്റീവ് ആവുന്നതിൽ നിന്നോ നമ്മളെ പിന്തിരിപ്പിക്കരുത്. ഐ എം ഹാപ്പി വിത്ത് വാട്ട് എവർ ഈസ് ബീങ് ഗിവൻ. വി ഹാവ് ടു കണ്ടിന്യൂസ്ലി സ്ട്രൈവ് ബിക്കോസ് യു ഡോണ്ട് നോ വേർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസ് പുട്ട് അവർ റിസ്ക് ഓൺ. ബട്ട് you're content. At the end of the day, you done your part, you strived hard, and you are satisfied with what Allah subhanahu wa ta'ala is destined for you. അതൊരു ആറ്റിറ്റ്യൂഡ്, അതൊരു മൈൻഡ് സെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലയിൽ നമ്മളെല്ലാവരും നിലനിർത്തട്ടെ അവസാന നിമിഷം വരെ. ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ദുനിയാവിൽ വളരെ ട്രബിൾഡ് ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് നമ്മളിൽ. കാരണം ഇൻ്റർനെറ്റ് ആക്സസും ഒരുപാട്, കാരണം യു വിൽ ബി എക്സ്പോസ്ഡ് ടു സോ മെനി കൺഫ്യൂഷൻസ് ഔട്ട് ദെയർ. അവിടെയാണ് നമ്മുടെ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് സുജൂദിൽ വർദ്ധിപ്പിച്ച ഒരു ദുആ. ഇത് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെന്ന്. കാരണം മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറഞ്ഞെങ്കിൽ ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ നേച്ചർ അതാണ്, അതിങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അള്ളാഹിനോട്ട് റസൂലുള്ളാഹി പറയുന്നത് യാ മുഖല്ലിബൽ ഖുലൂബ്, അതിനെ നിയന്ത്രിക്കുന്നതാര്? നമ്മൾ ഈ പെട്ടക്കുന്ന ഹൃദയത്തിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹുവിനോട് റസൂലുള്ളാഹി പറയുന്നത് സുജൂദിൽ വീണുകൊണ്ട് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി, എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തൂ. എന്തിന്? സബ്ബിത് ഖൽബി അലാ ദീനിക്, നിൻ്റെ ദീനിൽ. ദീനിക്, നിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ ദീനിൽ. ദീനിക്ക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അവസാനം. ക എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളാൻ എങ്ങനെ അറിയാം? അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ. യാ റബ്ബേ, നിൻ്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ, എൻ്റെ പെട്ടക്കുന്ന ഹൃദയത്തെ, എൻ്റെ ചാഞ്ചല്യം എന്നറിയില്ലേ, മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ ആ ഒരു ഹൃദയത്തെ, ഓരോ ദിവസവും എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഇനി ഉറപ്പിച്ച് നിർത്തണേ അള്ളാഹുവേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃക പിന്തുടരുന്നുണ്ട്. കാരണം ഇറ്റ്സ് എ വെരി കൺഫ്യൂസിങ് വേൾഡ് ഔട്ട് ദെയർ. നമ്മളെ മക്കളെ, നമ്മുടെ കുടുംബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിൻ്റെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടും കൂടി മരിക്കുന്ന
റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. അള്ളാഹു എൻ്റെ റബ്ബ്, റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹു എൻ്റെ റബ്ബും ഇസ്ലാം എൻ്റെ ദീനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നബിയും ആയിട്ട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. റളീത്ത്, ഞാൻ റിള എന്ന് പറയുന്നത് സംതൃപ്തനായിരിക്കുന്നത്. ഞാൻ ഈ ഒരു 3 വിഷയത്തിൽ ഞാൻ പരിപൂർണമായി സംതൃപ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തരട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.